PSC പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുമായിട്ടാണ് 2025 വന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായിട്ട് ASM പോലെയുള്ള നോട്ടിഫിക്കേഷനുകളും അതുപോലെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഉള്ളവർക്കായിട്ട് ഒരുപാട് ഡ്രൈവിംഗ് പോസ്റ്റുകളും പോലീസ് ജോബ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഒരുപാട് യൂണിഫോം പോസ്റ്റുകളും ഒക്കെ വന്നിട്ടുള്ള ഒരു വർഷമാണിത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും വിജ്ഞാപനം വന്ന വർഷമാണിത്. അപ്പോൾ പരീക്ഷകളെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഡേറ്റും ഏകദേശം മാസങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് എങ്ങനെ തയ്യാറെടുക്കണം എന്നായിരിക്കും എല്ലാവരുടെയും സംശയം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഡീമോട്ടിവേറ്റ് ആയി പോകും. 4 ദിവസം പഠിച്ചാൽ പിന്നെ ഒരു 2 ദിവസം നമുക്ക് പുസ്തകം എടുക്കാനേ പറ്റുന്നില്ല. അത് പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അതിനിടയ്ക്കായിരിക്കും നമ്മൾ ഏറെ പ്രതീക്ഷിച്ച പരീക്ഷകളൊക്കെ വരുന്നത്. വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോവുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക്. നമ്മൾ ഇനി പഠിക്കണ്ട, അല്ലെങ്കിൽ വേണ്ട, എനിക്കിനി ഇത് കിട്ടില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ആ പഠനം പകുതി വെച്ച് അവസാനിപ്പിച്ചു പോവാറുണ്ട്. ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുമെന്നോ അല്ലെങ്കിൽ 2ാമത്തെ പരീക്ഷയിൽ നമ്മൾ സർവീസിൽ കയറുന്നോ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. തുടർച്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ മുന്നോട്ട് പോവുക. മനസ്സിന് ധൈര്യം കൈവിടാതെ തന്നെ പോവുക. നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷ മനസ്സിൽ ഉറപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി യോഗ്യതയുള്ളവരാണെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ASM പോലുള്ള ഒരു പരീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റ് ആയിരിക്കാം, CPOയോ അല്ലെങ്കിൽ WCPOയോ അങ്ങനെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ആയിരിക്കാം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, നിങ്ങളുടെ ഇഷ്ട ജോലിയായിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റു പരീക്ഷകളും നമ്മൾ എഴുതാറുണ്ട് അല്ലെ? അപ്പോൾ ആ ഒരു പരീക്ഷകൾ എഴുതുന്നത് എന്താണ്? നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പരീക്ഷ മാത്രം എഴുതുക അങ്ങനെയല്ല. ASM മാത്രമേ ഞാൻ എഴുതൂ അങ്ങനെയല്ല. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനോട് പോലെ തന്നെ എല്ലാ പരീക്ഷകളും നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പാറ്റേണോട് കൂടി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ പരീക്ഷകൾ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്തായാലും ലക്ഷ്യം വെക്കുന്നത് ASM ആണ്, CPO പരീക്ഷയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു, വെറുതെ പോയി എഴുതുക അങ്ങനെയല്ല. CPO പരീക്ഷ ആയാലും പഠിക്കുക, പഠിച്ചു തന്നെ എഴുതുക. പക്ഷെ നമ്മുടെ ഉള്ളിലെ ലക്ഷ്യം എന്താണ്? ASM ആണ്. അതിന് ഞാൻ ഇതിൽ കൂടുതൽ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ ലക്ഷ്യത്തിനെ സമീപിക്കേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഉണ്ടാവും. നമുക്ക് ഒട്ടും താല്പര്യമില്ലാതെ നമുക്ക് എത്ര പഠിച്ചാലും കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റും ഉണ്ടാവും. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അതിന് കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കണം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്കായിട്ട്. അതിൽ തന്നെ ഏത് ഭാഗമാണ് എനിക്ക് കിട്ടാത്തത്, എത്ര പഠിച്ചാലും കിട്ടാത്ത ഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ അവയെ ദിവസവും നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തുക. ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ പഠിച്ചത് കൊണ്ടൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. ഇനി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ 2 മണിക്കൂറൊക്കെ പഠനത്തിനായിട്ട് മാറ്റിവെക്കാം. പക്ഷെ ക്രമേണ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ പഠിക്കുന്ന രീതിയിലേക്ക് മാറണം. എന്നാലേ നമുക്ക് ഈ ഒരു എൻറ്റയർ സിലബസ് പഠിച്ച് ഒരു 2 പ്രാവശ്യമെങ്കിലും റിവിഷൻ നടത്തി മോഡൽ എക്സാമുകളൊക്കെ എഴുതി നോക്കാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ 2025 ഒരുപാട് അവസരങ്ങളുമായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഏതൊരു യോഗ്യതയുള്ളവർക്കും എല്ലാ തരത്തിലും അവസരങ്ങളുണ്ട്. ഇപ്പോൾ ടൈപ്പിസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ KGTE പോലെയുള്ള യോഗ്യതയുള്ളവർക്കാണ് എങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതും വേരിയസും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KGTE യോഗ്യതയുള്ളവർക്കാണ് എങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട് അല്ലെ? ഗ്രേഡ് 2 ആണ്. വേരിയസും വിളിച്ചിട്ടുണ്ട്, കമ്പനി ബോർഡും വിളിച്ചിട്ടുണ്ട് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട്. അപ്പോൾ ഏതൊരു കാറ്റഗറിയിലുള്ളവർക്കും ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ ഒരു അവസരത്തെ ചെറുതായിട്ട് കാണരുത്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങാം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈ പറഞ്ഞ പരീക്ഷകൾക്കൊക്കെയുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്രാവശ്യം കുറെ മാറ്റങ്ങളോട് കൂടി തന്നെയാണ് പരീക്ഷ പറഞ്ഞിരിക്കുന്നത് അല്ലെ? പ്രിലിംസ് ഉണ്ട്, മെയിൻസ് 2 പേപ്പർ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ചെറിയ തയ്യാറെടുപ്പല്ല ഇതിനൊന്നും വേണ്ടത്. വളരെ കാര്യമായി അത്രത്തോളം അർപ്പണബോധത്തോടു കൂടി തന്നെ നമ്മളിവിടെ പഠിക്കണം.
അപ്പോൾ എല്ലാ കോഴ്സുകൾക്കുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. ഡ്രൈവർ കോഴ്സുകൾ നിങ്ങൾ പ്രത്യേകം എടുത്തു നോക്കണം. ഒരുപാട് പോസ്റ്റുകളിലേക്കാണ് ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഡ്രൈവിംഗ്, നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. അവിടെ 50 മാർക്ക് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നല്ലോണം വണ്ടി ഓടിക്കുന്ന ആളാണ്, അത്യാവശ്യം വണ്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നിയമങ്ങളൊക്കെ അറിയുമെങ്കിൽ 50 മാർക്കില് മെജോറിറ്റി മാർക്ക് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അല്ലെ. അത് നമ്മുടെ ഡെയിലി ലൈഫിലെ ലേണിംഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവാണ്. അപ്പൊ അതുപോലെ നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. കണ്ണടച്ച് കളയരുത്. 2025 പരീക്ഷകളില് ഏതിലെങ്കിലും ഒന്നില് ഞാൻ സ്വപ്നം കണ്ട ജോലിയില് ഞാൻ ജോയിൻ ചെയ്യും. വിത്തിൻ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്യും. ആ ഒരു രീതിയിൽ എനിക്ക് റാങ്ക് കിട്ടും എന്ന് തീരുമാനിച്ച് തന്നെ പഠനം തുടങ്ങാം. അപ്പോൾ കോച്ചിങ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ടോട് കൂടി തന്നെ ആയിരിക്കും കോഴ്സസ് എല്ലാം അവൈലബിൾ ആവുക. മോഡൽ എക്സാമുകളും ഡേ ടു ഡേ റിവിഷനും അതുപോലെ തന്നെ ടൈം ടേബിളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ മടിക്കരുത്. നല്ല അവസരങ്ങളാണ്. ഒരുപാട് അവസരങ്ങൾ തന്ന 2025 തന്നെ സർവീസിൽ കയറാനുള്ള പരീക്ഷയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്